ഹലോ എവരിവൺ, വെൽക്കം ടു ടുഡേയ്സ് ഡെയിലി ഇൻസൈറ്റ്. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നമ്മൾ സംസാരിക്കുന്നത് സെൽഫ് ഡിഫെൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഫിസിക്കലി തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ നമുക്കൊരു ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്ത് അതിനെ നേരിടാനൊക്കെ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷനെ നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ള തരത്തിൽ കോൺഫിഡൻസും ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആ കോൺഫിഡൻസോടെ തന്നെ നമുക്ക് നേരിടാനുള്ളൊരു ഇത് കിട്ടും, ഒരു ഊർജ്ജമൊക്കെ കിട്ടിയിട്ട് നമുക്ക് അത്തരം സാഹചര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെക്യൂരിറ്റി സ്വന്തമായിട്ടുള്ളതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫിസിക്കലി ഒരുപാട് നമുക്ക് ഇമ്പാക്റ്റുകളുണ്ട് സെൽഫ് ഡിഫെൻസ് കൊണ്ട്. പിന്നെ മെൻ്റലി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോൺഫിഡൻസ്, മെയിൻലി കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ ഇൻക്രീസ് ആവും. ഐ ക്യാൻ ഡൂ ദിസ് എന്ന് പറഞ്ഞൊരു തോട്ട് ഉണ്ടല്ലോ, അതിന് നിങ്ങളുടെ പല കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ പറ്റും. ഒരുപാട് ഭയങ്ങളെയും അനാവശ്യമായിട്ടുള്ള ടെൻഷനുകളെയും ആങ്സൈറ്റീസിനെയൊക്കെ നമുക്ക് മെൻ്റലി നമുക്ക് നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു കോൺഫിഡൻസ് കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പലതരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം പല പ്രായത്തിലുള്ളവർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താ വെച്ചാൽ സേഫ് ആൻഡ് അൺസേഫ് ടച്ച് എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അതിൻ്റെ പുതിയ ടേമാണ്, പുതുക്കിയിട്ടുള്ള ടേംസാണ് സേഫ് ആൻഡ് അൺസേഫ്. ഓക്കെ, അപ്പം ഈ അൺസേഫ് ടച്ചുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുട്ടി നേരിടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് അവിടെ സഡൻ റിയാക്ഷൻ ഉണ്ടാവേണ്ടതുണ്ട്. സഡൻ റിയാക്ഷൻ ഉണ്ടാവണം. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ സ്വയം രക്ഷിക്കുകയും വേണം. ആ സമയത്ത് ആയുധങ്ങൾ ഉപയോഗിക്കുക, അയാളെ വേദനിപ്പിക്കുക, അതൊന്നുമല്ല. സ്വന്തം ജീവൻ അല്ലെങ്കിൽ സ്വന്തം എന്താണ് ഭയപ്പെടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി നീഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ആ ആവശ്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആളുകൾ വിളിച്ചു കൂട്ടുകയാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ രക്ഷപ്പെടാനുള്ള വഴികൾ, സെൽഫ് ഡിഫെൻസ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ മാർഷൽ ആർട്സ് ഓൾസോ ഇതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചും മാർഷൽ ആർട്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ വയലൻസൊക്കെ നമ്മുടെ സമൂഹം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകളായാലും പെൺകുട്ടികളായാലും ഒക്കെ ആൺകുട്ടികളായാലും എല്ലാവരും നമുക്ക് ഈ സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ചില ത്രെട്ടണിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മളൊരിക്കലും ഫ്രീസായിട്ട് അവിടെ അനങ്ങാണ്ട് അവിടെ നിന്ന് പോകാൻ പാടില്ല. നമ്മൾ സഡൻ റിയാക്ഷൻ ഉടൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ വാക്കുകളും ചില സമയത്ത് ആയുധമാണ്, നമ്മൾ സ്വയം രക്ഷിക്കുന്ന. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നമുക്കൊരു പരിചയമായിട്ട് മാറണം ചില സമയങ്ങളിൽ. അതായത് സ്വയം രക്ഷിക്കുന്ന ഒരു ഉപകരണം പോലെ. അപ്പം അതേപോലെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വേഗം എന്താ പറയുക, കുറച്ചും കൂടി താഴ്ന്ന ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രായത്തിൽ താഴ്ന്ന ആളുകൾ കേട്ടോ, അതായത് കുറച്ചും കൂടി പ്രായത്തിൽ കുറഞ്ഞ ആളുകളിൽ നിന്ന് ഒരുപാട് അവഗണനയും കാര്യങ്ങളൊക്കെ നേരിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം എന്ത് ചെയ്യണം, ചില സങ്കടങ്ങളിൽ നിന്നും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും കൂടി നമ്മുടെ മനസ്സ് ഒരു പരിചയമായിട്ട് നിന്നിട്ട് അങ്ങനെ ഒരു സെൽഫ് ഡിഫെൻസിങ് ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ആസ്പെക്റ്റുകൾ കുറച്ചൊക്കെ പറയാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.